الحمد لله رب العالمين والصلاة والسلام على رسول الأمين نبينا محمد وعلى آله وصحبه أجمعين. اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا إذا قمتم إلى الصلاة فاغسلوا وجوهكم وأيديكم إلى المرافق وامسحوا برؤوسكم وأرجلكم إلى الكعبين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ സത്യവിശ്വാസികളെ, ബഹുമാനരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇസ്ലാമിലെ കർമ്മശാസ്ത്ര മസാലകൾ പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് നാം നിശ്ചയിച്ച ഫിഖ്ഹിന്റെ പഠന ക്ലാസ്സിലാണ് അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ നാം എല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളത്. കാര്യങ്ങളെ പ്രാമാണികമായി പഠിക്കുവാനും അത് അമലിൽ കൊണ്ടുവരുവാനും അറിഞ്ഞിട്ടില്ലാത്തവരിലേക്ക് എത്തിച്ചു കൊടുക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിൽ കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമായ നമസ്കാരത്തെ സംബന്ധിച്ചും ആ നമസ്കാരത്തിന് പ്രവേശിക്കുമ്പോൾ വിശ്വാസിയുടെ ജീവിതത്തിൽ നിർബന്ധമായും ഉണ്ടാവേണ്ട നിയ്യത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും ആ നമസ്കാരത്തിന്റെ മുന്നോടിയായി നാം നിർവഹിക്കുന്ന വുളൂ അത് കേവലം ഒരു ചടങ്ങ് മാത്രമല്ല, മറിച്ച് അത് മഹത്തായ ഒരു സൽക്രമമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുഖം മുതൽ കാലിന്റെ പാദം കഴുകുന്നത് വരെ നമ്മുടെ പാപങ്ങൾ അതിലൂടെ പൂർണ്ണമായും ശുദ്ധീകരിക്കുന്ന ഒരു വലിയ കർമ്മമാണ് അവിടെ നിർവഹിക്കുന്നത് എന്നതുകൊണ്ട് ആ ഒരു ഓർമ്മയും ബോധവും വേണം എന്ന ഒരു ആമുഖമായിരുന്നു നമ്മൾ പറഞ്ഞത്. ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ് നമ്മള് വുളൂ, അതേപോലെ തന്നെ തയമ്മം, ശുദ്ധീകരണം മുതലായ കർമ്മശാസ്ത്രപരമായ വിഷയങ്ങളിലേക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ്. നമുക്കറിയാം, വുളൂ എന്നത് നമസ്കാരത്തിനും മറ്റു ചില ഇബാദത്തുകൾക്കും വേണ്ടി ശാരീരിക ആത്മീയമായ ഒരു ശുദ്ധീകരണമാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല 6-ാം അധ്യായം സൂറത്ത് അൽ മാഇദയിലെ 5-ാം അധ്യായം സൂറത്ത് അൽ മാഇദയിലെ 6-ാമത്തെ ആയത്തിലൂടെയാണ് ഈ കാര്യം നമുക്ക് വ്യക്തമായി പഠിപ്പിച്ചു തരുന്നത്. ഞാൻ ആമുഖത്തിൽ ഓതി കേൾപ്പിച്ച ആയത്തിലൂടെ അല്ലാഹു തആല പറയുന്നത് ഈ കാര്യമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ള വിശ്വാസികളെ, ഇദാ ഖുംതും ഇലസ്സലാത്തി, നിങ്ങൾ നമസ്കരിക്കുവാനായി എഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ നമസ്കാരത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ, ഫഅസിലു വുജൂഅക്കും, നിങ്ങൾ നിങ്ങളുടെ മുഖങ്ങളും, വഅയ്ദിയക്കും, നിങ്ങളുടെ കരങ്ങളും കൈകളും, ഇലൽ മറാഫിഖി, അത് നിങ്ങൾ മുട്ട് ഉൾപ്പെടെ കഴുകണം. വഅംസഹു ബിറുഊസിക്കും, അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ തല മസഹ് ചെയ്യണം, അഥവാ തടവണം.
വഅർജുലകും ഇലൽ കഅബൈനി, അതേപോലെ നിങ്ങളുടെ കാലുകൾ കണങ്കാല് വരെ നിങ്ങൾ കഴുകുകയും വേണം. അപ്പൊ വുദൂഇന്റെ ഏറ്റവും ഫർളായ കാര്യങ്ങളെ മാത്രം ഖുർആൻ എന്ത് ചെയ്തു നമുക്ക് ഇവിടെ ഓതി കേൾപ്പിച്ചു തന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിന്റെ ഷർത്തുകളെയും സുന്നത്തിനെയും ഫർളിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പൂർണ്ണമായ രീതിയിൽ അത് സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. 15-ലേറെ സ്വഹാബികൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വുളൂ മുതൽ നമസ്കാരം വരെ പൂർണ്ണമായി പഠിപ്പിച്ചത് നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. അതിന്റെ പരിഭാഷ ഉൾപ്പെടെ ഇന്ന് നമ്മുടെ കയ്യിൽ ലഭിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളൊരു ക്ലാസ് കേട്ട് അങ്ങനെ അത് പോയതുകൊണ്ട് മാത്രം നമ്മളെ മനസ്സിലോ നമ്മളെ മെമ്മറിയിലോ നിൽക്കൂല. അപ്പൊ ഇൻഷാ അല്ലാഹ് അത് കൂടുതൽ എന്ത് ചെയ്യണം, ഒരു തഅലീം ചെയ്യുന്ന രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വീണ്ടും പഠിക്കണം. കാരണം നമ്മൾ ആരും ഇവിടെ കിതാബ് എടുത്ത് പേനയും പേപ്പറും എടുത്ത് എഴുതി ആ ഒരു രീതിയിൽ ഇവിടെ പഠിക്കുന്നില്ല. അപ്പോ നമ്മളിത് കേട്ട് പോയാൽ മാത്രം നമുക്ക് ഇതൊരിക്കലും ഒരു നാഫിയ ഇൽമാവൂല, മറിച്ച് ആ ഒരു ഓർമ്മ ഉണ്ടാവുന്നല്ലാതെ അത് കിട്ടൂല. അപ്പൊ അതൊരു പൂർണ്ണമായ രൂപത്തിൽ നമ്മളൊരു പഠനം എന്നുള്ള നിലക്കാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇത് നമ്മളെ ഈ പുൽപ്പറമ്പ് സലഫി മസ്ജിദിന്റെ ഗ്രൂപ്പിൽ തന്നെ നമ്മൾ ഓരോ ക്ലാസ്സുകളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ് കഴിഞ്ഞാൽ വിടുന്നുണ്ട്. അപ്പൊ താല്പര്യമുള്ളവരെ ഒന്നും കൂടി ആവർത്തിച്ച് കേൾക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം 3 തവണ പറയാറുണ്ട്. സഹാബികൾ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, എന്തിനാ നബി ഇത്ര നിസാരമായൊരു കാര്യം, നമുക്കൊക്കെ വേഗം മനസ്സിലാവുന്ന കാര്യം 3 വട്ടമൊക്കെ പറയണത്. അപ്പൊ അത് ദീനിന്റെ ഒരു രീതിയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങൾക്ക് നിങ്ങൾ ഉത്ബോധനം നൽകുക, അത് അവർക്ക് ഉപകാരപ്പെടുമെന്ന്. അപ്പൊ അതുകൊണ്ട് ഉത്ബോധനം നമ്മൾ ആവർത്തിച്ച് കേൾക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വുദൂഇന്റെ ഷർത്തുകൾ ശരീഅത്തിൽ അത് സാധുവാകാനുള്ള അഥവാ അത് ഹലാലാകാനുള്ള നിബന്ധനകൾ, അത് അതേപോലെ വുദൂ തുടങ്ങുന്നതിന് മുമ്പ് ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇത് മുഴുവനും ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രാഥമികമായി ഇവിടെ സൂചിപ്പിക്കും. അതിന്റെ ഒരു നോട്ട് ഞാൻ ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ സലാവിനെ ഏൽപ്പിക്കുക. ഇത് ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, കോപ്പി എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോകുക. ഇതിന്റെ ഒരു നോട്ടാണ്, 4 പേപ്പറേ ഉള്ളൂ. വുദൂവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കാൻ വേണ്ടി അത് ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ ക്ലാസ്സിൽ പറയും. ഒന്നാമതായി നമുക്കൊക്കെ പ്രാഥമികമായി അറിയാനുള്ള ഒരു കാര്യമാണ്, വുദൂ ചെയ്യുമ്പോൾ മാഉൻ മുസ്തഅമിലാകണം, വെള്ളം എന്താകണം, അത് ശുദ്ധിയുള്ള വെള്ളമാകണം. കടൽ വെള്ളം അനുവദിക്കപ്പെട്ട വെള്ളമാണ്. അതേപോലെ നജസ്സുകളില്ലാത്ത നല്ല വെള്ളം, കെട്ടി നിൽക്കാത്ത വെള്ളം അനുവദിക്കപ്പെട്ടതാണ്. അതേപോലെ അത് പൈപ്പിലൂടെ വരുന്നതായാലും ബക്കറ്റിലുള്ളതായാലും കിണ്ടിയിലുള്ളതായാലും പാട്ടിയിലുള്ളതായാലും ഒക്കെ വുദൂ ചെയ്യാൻ അനുവദിക്കപ്പെട്ട മാർഗമാണ്. ഇതിൽ കൂടെ ഒരു പാട്ടിയിൽ ഒരാൾ വുദൂ ചെയ്താൽ സ്വീകാര്യമാണ്, ബക്കറ്റിൽ നിന്ന് കൈയിട്ടുള്ള ഒരാൾ ചെയ്താൽ സ്വീകാര്യമാണ്, കിണ്ടിയിൽ നിന്ന് എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ സ്വീകാര്യമാണ്, പൈപ്പിൽ നിന്ന് തുറന്നിട്ട് ചെയ്യുകയാണെങ്കിൽ സ്വീകാര്യമാണ്, ഹൗദിൽ നിന്ന് ചെയ്യുകയാണെങ്കിൽ സ്വീകാര്യമാണ്, ഒഴുകുന്ന പുഴയോ ഒക്കെ ആണെങ്കിൽ സ്വീകാര്യമാണ്. അപ്പൊ മാഉൻ മുസ്തഅമിലാകണം എന്നാണ് അതിന് ഒന്നാമത്തെ ഷർത്ത്. ഇനി രണ്ടാമതായി നമ്മൾ ആ വെള്ളത്തിലേക്ക് നമ്മുടെ കൈകൾ നമ്മൾ പ്രവേശിപ്പിക്കുമ്പോൾ നമ്മുടെ കൈപ്പത്തി മുഴുവനായി നമ്മൾ എന്ത് ചെയ്യണം, കഴുകണം. അത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ സെമ്മില്ല എന്ന ഹദീസിൽ വന്നിട്ടുള്ളത്. സെമ്മില്ല എന്ന് പറഞ്ഞതൊക്കെ ബിസ്മില്ല എന്നേ ഉള്ളൂ. സെമ്മില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിടത്ത് ബിസ്മില്ല എന്ന് പറഞ്ഞാൽ മതി. അതാണ് അതിന്റെ ഏറ്റവും നല്ല രീതി. ഇനി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചില ആളുകൾ പറഞ്ഞതായി കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഔദും ചില ആളുകൾ ചെല്ലും, ബിസ്മി ചെല്ലും, ഒന്നുകൂടി ശുദ്ധി തഖ്വക്ക് വേണ്ടി നല്ലതാണെന്ന് വിചാരിച്ചു. അത് ദീനിലില്ല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹ് അല്ലെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഇല്ല. മറിച്ച് വുദൂ ചെയ്യാൻ ആരംഭിക്കുമ്പോൾ ബിസ്മില്ലാഹ് എന്നോ അല്ലെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നോ നമ്മൾ ചെയ്യാവുന്നതാണ്. പിന്നെ അവയവങ്ങൾ 3 തവണയാണ്
കഴുകുന്നത് അഫ്ളലായ സുന്നത്ത്. നിർബന്ധം എന്തില്ല, മൂന്നെണ്ണമില്ല, ഒന്നേ ഉള്ളൂ. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വുളൂഇന്റെ രീതി റിപ്പോർട്ട് ചെയ്തിടത്തൊക്കെ 3 തവണയാണ് അവയവങ്ങൾ കഴുകിയത്. തലയും ചെവിയും തടവുമ്പോൾ മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 1 തവണ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് 3 മദ്ഹബിലും യഥാർത്ഥത്തിൽ ഷാഫി മദ്ഹബ് ഒഴിച്ച് ബാക്കി 3 മദ്ഹബിലുള്ളത് എന്താണ്? ലാ യസാദു അലൈഹ, ഒരിക്കലും പിന്നെ തലയും ചെവിയും ഒന്നിലധികം തവണ നിങ്ങൾ തടവരുത് എന്ന് വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇല്ല അന്ന സുന്നത്തൻ മറത്തൻ അല വാഹിദ, തല 1 തവണ തടവലാണ് സുന്നത്ത്, അത് അധികരിപ്പിക്കരുത് എന്നാണ്. മഹാനായ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തെ അംഗീകരിക്കുന്നവരാണ് ഷാഫി മദ്ഹബുകാർ. നമ്മളൊക്കെ അദ്ദേഹത്തെ പല വിഷയങ്ങളും അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ തസവ്വുഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും പിന്നെ അതേപോലെ തന്നെ ചില തൗഹീദിന്റെ ചില പ്രധാന മേഖലകളിലൊക്കെ സലഫി ഉലമാക്കളും അദ്ദേഹവും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും പൊതുവെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ ശൃംഖലയിൽ എണ്ണുന്ന വ്യക്തിയാണ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. അദ്ദേഹത്തിന്റെ ഉന്നയത്തു താലിബീൻ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നു, വസിഫത്തുഹു, തല തടവുന്ന രൂപം, വെള്ളത്തിൽ നിങ്ങൾ കൈകൾ നന്നായി മുക്കുക, സുമ്മ യർഫഉമാ ഫാരിഅതൈനി, എന്നിട്ട് അവയെ നിങ്ങൾ കുടയുക, വയദഉഹുമാ, നിങ്ങൾ അതിനെ വെക്കുക, അലാ മുഖദ്ദിമ റഅസിഹി, നിങ്ങളുടെ തലയുടെ മുൻഭാഗത്ത്, അതാണ് മുഖദ്ദിമ റഅസി എന്ന ഇവിടെ നിങ്ങൾ വെക്കുക, എന്നിട്ട് വയജറുഹ, അതിനെ നിങ്ങൾ പിന്നിലേക്ക് വലിക്കുക, എവിടെ? ഇലാ ഖഫാഹു, പെരടി വരെ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എന്ത്? ഇലാ അൽ മൗദിഉ അല്ലദീ ബദഅ മിൻഹു, എന്നിട്ട് എവിടെ നിന്നാണോ നിങ്ങൾ തുടങ്ങിയത് അവിടേക്ക് തന്നെ നിങ്ങൾ തിരിച്ചു കൊണ്ടുവരിക. അപ്പൊ തല തടവുന്ന രൂപം വളരെ വ്യക്തമായി അദ്ദേഹം കിതാബിൽ പറഞ്ഞത് നമ്മള് മദ്രസയിലൊക്കെ പഠിച്ചതാണ്. ചെവിയിലേക്ക് തള്ളവരൽ എന്ത് ചെയ്യുക? ഇങ്ങനെ വെക്കുക, എന്നിട്ട് ഇവിടെ നിന്ന് പൂർണ്ണമായും ഇങ്ങനെ തടവി പെരടി വന്നിട്ട് വീണ്ടും ഇങ്ങോട്ട് തന്നെ തടവുക എന്നതാണ്. അപ്പൊ മറ്റുള്ള അവയവങ്ങളൊക്കെ 3 തവണ കഴുകുക. കഴുകുന്ന അവയവങ്ങൾ പൂർണ്ണമായ രൂപത്തിൽ എന്ത് ചെയ്യണം? നനയണം. പൂർണ്ണമായും അവയവങ്ങൾ നനയണം, പൂർണ്ണമായിട്ട് നനയണം. നമ്മള് ഒതു എടുക്കുന്ന സമയത്ത് വെള്ളത്തിലേക്ക് ഈ പത്തി ഉള്ള കൈപ്പത്തി, ഇതാണ് ഇതിന്റെ ഭാഗം, ഇത് മൊത്തം ശരിക്കും എന്ത് ചെയ്യണം? ഇതാകണം. അപ്പൊ നമ്മള് വെള്ളം എടുത്തിട്ട് കഴിയുന്ന സമയത്ത് ഈ കൈ കൊണ്ട് ഇങ്ങനെയും ഈ കൊണ്ട് ഇങ്ങനെയും ചെയ്താൽ അത് ക്ലിയർ ആയിട്ട് നനയും. പിന്നെ നമ്മളത് വായിലേക്ക് വെള്ളം കുപ്പിക്കണം. വെറുതെ വായിലിങ്ങനെ പറഞ്ഞാൽ പോരാ. പല ആളുകൾ അങ്ങനെ പൈപ്പ് ഇങ്ങനെ അല്ല, വായിലേക്ക് വെള്ളം കുപ്പിക്കണം. ആ കുപ്പിക്കുന്നതോടൊപ്പം തന്നെ ആ വലത് കൈയിലെ വെള്ളത്തെ മൂക്കിലേക്ക് എന്ത് ചെയ്യണം? നിങ്ങള് കുറച്ച് വലിക്കണം. അതാണ് മൂക്ക് തരിമുക്ക് കയറി നന്നായിട്ട് ആകെ ബേജാറാകുന്ന അല്ലെങ്കിൽ തരിപ്പ് പോകുന്ന രൂപത്തിൽ ചെയ്യണ്ട. പതിയെ മൂക്കിലേക്ക് എന്ത് ചെയ്യാം? അത് വലിക്കുകയും ഇടത് കൈ കൊണ്ട് എന്ത് ചെയ്യുക? അതിനകത്ത് താഴേക്ക് വലിക്കുകയും ചെയ്യും. ഇതാണ് ആ സുന്നത്തായിരിക്കും. പക്ഷെ പല ആളുകളും ആ തർത്തീബ് പാലിക്കാറില്ല. ഉണ്ടോ? ഇല്ല. ഒന്നെടുക്കുമ്പോ കഴുകും. എത്ര വട്ടാണ്? ചിലപ്പോ 4 ആയിട്ടുണ്ടാവും, ചിലപ്പോ 2.5 ആയിട്ടുണ്ടാവുള്ളൂ. അപ്പം 3-ൽ കൂടാൻ പാടില്ല. ഒന്നിൽ ഒന്ന് അല്ലെങ്കിൽ 3 എന്നാണ്. പക്ഷെ നമ്മള് ഒന്നല്ല ചെയ്യുന്നത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും സഹാബത്തെ അമലായി പഠിപ്പിച്ചതും 1-ലധികം തവണ അഥവാ 3 തവണയിൽ അതുക്കി എന്നത് കൊണ്ട് നമ്മളത് 3 തവണ തന്നെ എന്ത് ചെയ്യാം? കഴുകുക എന്നുള്ളതാണ്. അപ്പം ഒപ്പിളിച്ച് മൂക്ക് ചീറ്റണം ശരിക്കും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകം സുബ്ഹിയുടെ ഒതുവിനെ സംബന്ധിച്ചൊക്കെ പറഞ്ഞിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, പിശാച് തരിമൂക്കിൽ താമസിക്കുന്ന, പിശാച് തരിമൂക്കിൽ താമസിക്കും. എങ്ങനെ പിശാച് താമസിക്കുക നമുക്കറിയില്ല. അപ്പൊ നമ്മളത് ഗവേഷണം നടത്തേണ്ട ആവശ്യമില്ല. അപ്പൊ മൂക്കിന്റെ ഉള്ളിലുള്ള വൃത്തികേടുകളും പൊടികളൊക്കെ പോകലാണ് അതുകൊണ്ട് റസൂൽ ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് അതിനെ ശൈത്താനിലേക്ക് ചേർത്തി പറഞ്ഞത് എന്നൊക്കെ ചില ആളുകള് ഈ പിശാചിനെ നിഷേധിക്കുന്ന അല്ലെങ്കിൽ പിശാചിന് വിശ്വാസത്തിനപ്പുറത്ത് ഒരു പണിയും ചെയ്യാൻ പറ്റൂല എന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. അങ്ങനത്തെ ഹദീസൊക്കെ കേൾക്കുമ്പോൾ അത് ഇടങ്ങേറാണോ? അങ്ങനത്തെ പോലെ എങ്ങനെയെങ്കിലും എന്ത് ചെയ്യും? അത് മൂക്കിലെ പൊറ്റയാണ്, മൂക്കിലെ പൊടിയാണ്, അത് ക്ലിയർ ആക്കാൻ വേണ്ടി റസൂൽ പറഞ്ഞതാണ്. നമ്മൾ അതിനെ വ്യാഖ്യാനിക്കണ്ട.
തരിമൂക്കിൽ പിശാച് പാർക്കും എന്ന് റസൂൽ പറഞ്ഞ ഹദീസ് സ്വഹീഹാണ്. അങ്ങനെ തന്നെ വിശ്വസിക്കുക. അതിന്റെ കൈഫിയത്ത് എങ്ങനെ, ശൈത്താൻ എങ്ങനെ പാർക്കുക, അപ്പൊ ശൈത്താൻ അതിനുള്ളിൽ താമസിക്കാൻ മാത്രമുള്ള വലിപ്പമേ ഉള്ളൂ, അതിനുള്ള സൗകര്യം ഉണ്ടോ, ഇതൊന്നും നമ്മൾ ചിന്തിക്കണം. വിശ്വാസം പറഞ്ഞാൽ നിങ്ങൾ അതുകൊണ്ട് തന്നെ മൂക്കിലേക്ക് വെള്ളം കയറ്റി ചീറ്റണം. സുബഹി നമസ്കാരത്തിന് ഒരു പ്രത്യേകം അത് പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. സുബഹി നമസ്കാരത്തിന് വേണ്ടി എടുക്കുന്ന ഉദുകാരം പ്രഭാത സമയത്ത് ഫസ്റ്റ് ഉദുവാണ്. അപ്പൊ അതുകൊണ്ട് വായിലേക്ക് വെള്ളം കുപ്പിച്ചിട്ട് തന്നെ മൂക്കിലേക്കാക്കി ഇടത്തെ കൈകൊണ്ട് ചീറ്റണം. ഇത് നമ്മൾ മനസ്സിലാക്കുക, ഇതൊരിക്കലും മറക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മള് മുഖത്തിന്റെ അളവ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ മുൻഭാഗമാണല്ലോ, ഇവിടുത്തെ നമ്മള് സുജൂദ് ചെയ്യുന്ന ഈ മുടിയുടെ തുടക്ക ഭാഗം മുതൽ ഈ താടിയുടെ ഈ അറ്റം വരെ നമ്മളെ ഈ എന്താ പറയാ ഇതിന്റെ അറ്റണല്ലോ, ഈ മുഴ അതിന്റെ ഇവിടെ ഇതുവരെയാണ് ഇതിന്റെ ഈ അളവ്. അതേപോലെ ചെവിന്റെ 2 കുറ്റി, ഇതാണ് മുഖം എന്ന് പറയുന്നത്. അപ്പൊ അംസഹൂബി ഉജൂഇക്കും എന്ന് പറയുമ്പോ മുഖം നിങ്ങൾ പൂർണ്ണമായി തടവുക എന്ന് പറഞ്ഞാൽ മുഖത്തിന്റെ അളവ് ഇതുവരെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കൈകൾ എന്ന് പറയുന്നത് എന്താണ്, മുട്ടിന്റെ ഇവിടെ ചില ആൾക്കാർ പൈപ്പ് തുറന്നിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒതുൽക്കലാണ്, ഇങ്ങനെ ആക്കി വേണ്ടെന്താ ഇവിടെ നനയില്ല. മാത്രല്ല ഇങ്ങനെ ആകുമ്പോ എത്ര വട്ടം അതറിയില്ല. അപ്പൊ ആവുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കോരിയിട്ട് നമുക്ക് ശരിക്ക് ഇങ്ങനെ തന്നെ കഴുകാൻ പറ്റും ഒരു തവണ. ഇനി പൈപ്പാണെങ്കിൽ ഒരു കുഴപ്പമില്ല, പൈപ്പാണെങ്കിൽ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തന്നെ എന്ത് ചെയ്യാ, ശരിക്ക് തടവ് ശരിക്കും വെള്ളം എത്തിക്കുക. അപ്പൊ ഇവിടെ മുതൽ ഇവിടം വരെ കഴുകുമ്പോഴാണ് ആ പാപങ്ങൾ പോകുന്നതും നമസ്കാരത്തിന്റെ ഷർത്തിന് നിർബന്ധമായ ആ രൂപത്തിൽ ഒതുവാകുന്നതും. അതുകൊണ്ട് മുട്ടുൾപ്പെടെ പൂർണ്ണമായും 3 തവണ കഴുകണം. ചെറിയൊരു ഭാഗം നനയാത്തത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്ക് നോക്കിക്കൊണ്ട് സഹാബിയോട് പറഞ്ഞത് വൈലുലിൽ അഖാബി മിനന്നാർ, വൈലുലിൽ അഖാബി മിനന്നാർ, ആ നനയാത്ത ഭാഗം നരകത്തെ തൊട്ട് നാശം. അത്ര ഗൗരവത്തിലാണ് വുളുവിന്റെ അവയവങ്ങൾ പൂർണ്ണമായും നനയുന്ന രൂപത്തിൽ കഴുകണം എന്നതിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് എന്ന് നമുക്ക് അതിൽ വ്യക്തമായി കാണാൻ കഴിയും. അതേപോലെ കാലും നമുക്കറിയാം, നെരിയാണിയുടെ അറ്റം മുതൽ തള്ളവിരല് മുതലുള്ള എല്ലാ വിരലുകളുടെയും പൂർണ്ണമായ അറ്റം വരെ അത് ഇങ്ങനെ ശരിക്കും കാലൊക്കെ കഴുകുമ്പോ തള്ളവിരല് മുതൽ 5 വിരലും ശരിക്കും എന്ത് ചെയ്യാണ്, നമ്മള് ഇങ്ങനെ ആക്കി കഴുകണം എന്നാണ്. അങ്ങനെ ആക്കി കഴുകാൻ നമ്മളെ പോലത്തെ ആൾക്കാർക്കൊന്നും കുമ്പിടാൻ കഴിയൂല. പിന്നെ പല ആളുകളും കല്ലുമ്പോ ഇരുന്നിട്ടല്ല ചെയ്യാ, പിന്നെ ഒക്കെ പൈപ്പാണ്, പൈപ്പ് സിസ്റ്റമാണ്. പൈപ്പ് സിസ്റ്റം ആകുമ്പോൾ നമുക്ക് പരമാവധി ഉയരത്തിൽ കയറ്റി വെച്ചിട്ട് ആ കാലിന്റെ ഇടം ചെയ്യണം, കാലിന്റെ ഇടകള് ശരിക്കും കഴുകണം, അങ്ങനെ തന്നെ കഴുകണം. അപ്പൊ നെരിയാണി വരെ പൂർണ്ണമായി നനയണം. അതിന് താഴത്തേക്ക് മാത്രം ആയാ പോരാ. ഇനി ഒരൽപ്പം കേറി എന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ചില പണ്ഡിതന്മാര് കയറ്റി കഴുകാൻ പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ കയറ്റി കഴുകുന്നത് അതിന് വിട്ടു പോകുന്നതാകരുത്. വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ചിലവര് ഞങ്ങൾക്ക് വളരെ കയറ്റി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കും. അങ്ങനത്തെ ഒരു ആവശ്യമില്ല, പാകത്തിന് കഴുകിയാൽ മതി. ഇനി ആ കഴുകുന്ന കൂട്ടത്തില് കാലൊക്കെ കഴുകുമ്പോൾ അല്പം കയറി വിചാരിച്ചിരുന്നില്ല, കുഴപ്പമില്ല. കുറയാൻ ഒരിക്കലും പാടില്ല എന്നുള്ളത് വ്യക്തമായി തന്നെ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ 3 തവണ ഇങ്ങനെ തല തടവുക എന്നുള്ളത് ഉണ്ടല്ലോ, നമ്മൾ ഈച്ച വെള്ളത്തിൽ വീണ അങ്ങനെ പഠിക്കണമായി ചില കാണാൻ, അത് ഒരിക്കലും ഹദീസിൽ വന്നിട്ടില്ല. അതാണ് ഷാഫി മദ്ഹബിൽ മാത്രമാണ് ആ ചർച്ചയുള്ളത്. ബാക്കി 3 മദ്ഹബിലല്ല. വ്യക്തമായി പറഞ്ഞു, വലാ യസാദു അലൈഹ, ഒരു തവണയിൽ അധികം വർദ്ധിപ്പിക്കാൻ പാടില്ല. മൊയ്തീൻ ശൈഖ് വ്യക്തമായി തന്നെ പറഞ്ഞു എന്ത്, അത് ഒരു തവണയാണ്. നമ്മളത് ഇവിടെ കേൾപ്പിക്കുകയും ചെയ്തു. അപ്പൊ ഇതാണ് ഒതുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രാഥമികമായ കാര്യം. ഈ അതുമായി ഡീറ്റെയിൽസ് ആയിട്ടുള്ള വിവരങ്ങൾ നമുക്ക് കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്ത് ചെയ്യാം, അത് ഈ നോട്ട്സിൽ നമ്മൾ വിശദമായിട്ട് പഠിക്കുക. ഇനി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒതുവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് എന്ത് ചെയ്യണം, പ്രാർത്ഥന നിർവഹിക്കണം. പ്രാർത്ഥന നിർവഹിക്കല് വളരെ നിർബന്ധമാണ്. നമ്മളെ സമസ്തയിലെ 3ാം ക്ലാസ്സിലെ ദീനിയാത്തില് ഒക്കെ പഠിപ്പിക്കുന്നത് എന്താണ്, അതില് ഈ പ്രാർത്ഥനയുടെ കൂടെ അൽഹംദുലില്ലാഹി ലദീ ജഅലൽ മാഅ തഹൂറ എന്നൊരു കഷ്ടം പഠിപ്പിക്കാറുണ്ട്. അത് ഒരിക്കലും എന്തില്ല, വുളുവിന്റെ പ്രാർത്ഥനയിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ഇസ്ലാമിലേക്ക് വന്ന ആൾക്കാരെ പൊന്നാനിയിൽ കൊണ്ട് ആക്കിയത് അവിടുത്തെ ആൾക്കാരും തന്നെ പഠിപ്പിക്കും. കാരണം എന്താ, അവിടെ ഈ മദ്ഹബിന്റെ ആൾക്കാരാണ്.
ഓലി പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഐറ്റങ്ങളും അവിടുന്ന് മുതലേ എങ്ങനെ പഠിക്കുക. അപ്പൊ അത് എന്തില്ല, അൽഹംദുലില്ലാഹി ജഅലൽ മാഅ തഹൂറ എന്ന ഒരു കഷ്ണം അത് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആണ്, അങ്ങനെ വന്നിട്ടില്ല. രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നവവി അദ്ദേഹത്തിന്റെ അൽ അദ്കാർ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, ലാ അസ്ല ലഹു മിൻ ജിഹതിഹി സുന്നത്തൻ വലാ നഅലമ അഹദു മിൻ അസ്ഹാബിനാ ഖാല ബിഹി. സുന്നത്തിന്റെ വഴിയിലൂടെ നോക്കിയാൽ ഇതിന് യാതൊരു തെളിവും ഇല്ല, ഇതൊരു സ്വഹാബിയും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഇതാരാ പറയുന്നത്? രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന അബൂ സക്കരിയ യഹ്യ ഇബ്നു ശറഫ് നവവി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം പറഞ്ഞ പിന്നെ അപ്പുറമുണ്ടോ ഷാഫി മദ്ഹബ്, പക്ഷെ ഇത് കിതാബൊന്നും പഠിപ്പിച്ചു കൊടുക്കൂല. മദ്ഹബിലെ ചർച്ചകൾ പഠിപ്പിക്കല്ലാതെ പണ്ഡിതന്മാര് നമ്മളതാണ് ആദ്യത്തെ തന്നെ ഇതിന്റെ പഠനത്തിൽ ഫസ്റ്റ് പറഞ്ഞ എന്താ, 4 മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ അഹ്ലുസുന്നയുടെ വീക്ഷണം എന്താ, ഇദാ സഹൽ ഹദീസു ഫഹുവ മദ്ഹബി. ഹദീസ് സ്വഹീഹായി വന്നാൽ അതാണ് എന്റെ മദ്ഹബ്. ഇത് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞതാണ്. 4 ഇമാമികളുടെ കൃത്യമായ അഖീദയും അങ്ങനെ തന്നെ. അപ്പൊ ഹദീസ് സ്വഹീഹായി വന്നാൽ പിന്നെ മദ്ഹബ് പറഞ്ഞിട്ടുണ്ട്, മദ്ഹബിലെ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയാണ് എന്ന് പറഞ്ഞ് അതുമേ കളിച്ചു തൂങ്ങാൻ പാടില്ല എന്ന് ഇമാം നവവി തങ്ങൾ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ പല ആൾക്കാര് എന്താണ് ഇന്നാത്തതിനാക്കര പിന്നെ ചെല്ലാറുള്ള ആൾക്കാരുണ്ട്, ഇന്ന അൻസല്ലാഹു ഫീ ലൈലത്തുൽ ഖദർ ഒതുർത്തിട്ട് അങ്ങനെ ചെല്ലുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഖിബ്ലക്ക് നേരെ തിരിഞ്ഞു നിന്നിട്ട് പിന്നെ 3 വട്ടം അത് ചെല്ലും, പിന്നെ സ്വലാത്ത് ചെല്ലും, പിന്നെ തലയിൽ എന്തൊക്കെ ഇങ്ങനെ കൊട്ടും. പല തരത്തിലുള്ള പണികളും നമ്മളെ സമസ്തക്കാരായ ആൾക്കാർ ഒതു എടുത്തിട്ട് ചെയ്യാറുണ്ട്. ഇതൊന്നും സലഫികളായ നമ്മള് ചെയ്യാൻ പാടില്ല. അതില് വ്യക്തമായ ഒദൂഇന്റെ അവയവങ്ങൾ കഴുകി പൂർണ്ണമായ ഒദൂ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിർവഹിക്കേണ്ട പ്രാർത്ഥനയുടെ പ്രാധാന്യം അതും നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ മിൻകും അയ്യതവല്ലഉ, നിങ്ങളിൽ ഒരാള് പൂർണ്ണമായ ഒദൂ ചെയ്തു, സുമ്മ യഖൂൽ, പിന്നീട് അയാൾ ഇങ്ങനെ പറയുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അത്രമാത്രം അയാൾ പറഞ്ഞാലും അയാൾക്ക് എന്തുണ്ട്, ഒദൂവിന്റെ പ്രാർത്ഥനയുടെ കൂലി കിട്ടും. എന്നാൽ അതിൽ 2 റിവായത്തുകൾ വർദ്ധിച്ചു വന്നിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. ഒന്ന്, അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅൽനി മിനൽ മുതതഹ്ഹിരീൻ. ഇത് മാത്രം ചൊല്ലിയാൽ ഈ ഹദീസിലുള്ളത് എന്താണ്, ഫുതിയത്ത് ലഹു അബ്വാബുൽ ജന്നത്തി സമാനിയ യുദ്ഖിലു മൻ അയ്യശാ. ഇത് ആത്മാർത്ഥമായിട്ട് അഥവാ നമ്മൾ ഈ പറഞ്ഞ രൂപത്തിൽ ഒദൂവിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ സുന്നത്തനുസരിച്ച് ചെയ്ത് അതിനുശേഷം അയാള് ഈ ദുആ പൂർണ്ണമായി ഇത്രമാത്രം ചെയ്താൽ തന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അയാൾക്ക് ഫുതിയത്ത് ലഹു അബ്വാബുൽ ജന്നത്തി സമാനിയ, അയാളുടെ മുമ്പിൽ ഹിസാബ് കഴിഞ്ഞാൽ സിറാത്ത് പാലം കടക്കാൻ ഭാഗ്യം കിട്ടിയാൽ സ്വർഗത്തിന്റെ 8 വാതിലും തുറക്കപ്പെടും. ഉദുവിന്റെ പ്രാർത്ഥന ആത്മാർത്ഥതയോടുകൂടി നമ്മൾ ചൊല്ലുക. 8 വാതിലും തുറക്കപ്പെടും. യുദ്ഖിലു മൻ അയ്യശാ, ഇഷ്ടമുള്ള വാതിലിലൂടെ നിങ്ങൾ പ്രവേശിച്ചോളൂ. മലക്കുകൾ പറയുന്നു. അപ്പൊ 8 വാതിലിലൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് വിളിക്കപ്പെടുന്ന വലിയൊരു സൗഭാഗ്യം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട് എന്ന് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജ് യാത്ര കഴിഞ്ഞ് വന്ന ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുണ്ട്, അയാളെ എനിക്ക് വ്യക്തമായി അറിയാം, അയാളെ സ്വർഗത്തിന്റെ 8 കവാടങ്ങളിലൂടെ അതിന്റെ കാവൽക്കാർ പിടിച്ചു വലിക്കും, ഇങ്ങോട്ട് വരി. അപ്പൊ സഹാബികൾ ചോദിച്ചു, അത് ആരാണ്? അപ്പൊ പറഞ്ഞു, അബൂബക്കർ ഇബ്നു അബൂ ഖുഹാഫ, നിങ്ങളുടെ കൂട്ടത്തിലെ അബൂ ഖുഹാഫയുടെ മകൻ അബൂബക്കർ സിദ്ദീഖ് ആണ് റളിയല്ലാഹു അൻഹു. റമദാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബ വനിതകൾക്ക് പറഞ്ഞു കൊടുത്ത സമയത്ത് ഒരു ഹദീസിൽ കാണാം, നമ്മുടെ സ്ത്രീകൾക്ക് ഉള്ള മറ്റൊരു ഓഫറാണ്. ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹ, ഒരു പെണ്ണ് 5 നേരത്തെ നമസ്കാരം അത് ഖളാ ആകാൻ അതിന്റെ പൂർണ്ണമായി നമ്മൾ ഈ പറഞ്ഞ രൂപത്തിൽ നിയ്യത്ത് വെച്ച് ഒളു എടുത്ത് നല്ല രീതിയിൽ ആ ഒളു മുതൽ സലാം വീട്ടുന്നത് വരെ നിർവഹിക്കുക. റമദാനിലെ നോമ്പ് മുഴുവനായി നോൽക്കുക. അവളുടെ ഗുഹ്യസ്ഥാനം സൂക്ഷിക്കുക.
ഭർത്താവിനെ കൃത്യമായിട്ട് അനുസരിക്കുക. 4 ഗുണം ഉണ്ടായാൽ മതി. 1, 5 നേരത്തെ നിസ്കാരം ഖളാ ആദരിക്കുക. 2, റമദാനിലെ നോമ്പ് പൂർണ്ണമായി നോൽക്കുക. 3, അവളുടെ ചാരിത്രം സംരക്ഷിക്കുക. കണ്ണുകൊണ്ടോ കാതുകൊണ്ടോ മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ ഒരിക്കലും ഒരു അന്യ പുരുഷന് ഒരു നിലക്കോ, ഒരു നോട്ടം കൊണ്ടോ അല്ലെങ്കിൽ ചാറ്റിംഗ് കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്കോ ശാരീരിക ബന്ധത്തിൽ ഒന്നും ഏർപ്പെടാതെ അവളുടെ ശാരീരിക ശുദ്ധി, ലൈംഗിക ശുദ്ധി അവൾ കാത്തു സൂക്ഷിക്കുക. ഭർത്താവിനനുസരിക്കുക. ഇത് ചെയ്താൽ ഖീല അവളോടും പറയപ്പെടും, നീ ഇഷ്ടമുള്ള വാതിലൂടെ പോയിക്കോ പെണ്ണെ, അയ്യോ അയ്യോ ഇഷ്ടമുള്ള വാതിലൂടെ നീ സ്വർഗത്തിൽ പോയിക്കോ. അപ്പൊ നമ്മുടെ സഹോദരിമാർക്ക് ഒരു വലിയ സൗഭാഗ്യം എന്താ? ഈ 4 കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇതേപോലെ നമുക്ക് മുഅ്മിനീങ്ങളായ വിശ്വാസികളായ നമുക്കും 8 വാതിലിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ നമ്മെ ക്ഷണിക്കുന്ന ഒരു ഭാഗ്യമാണ് ഇത്. ഉദൂ ചെയ്ത് ഈ പ്രാർത്ഥന ഇത്ര മാത്രം ചെയ്താൽ മതി. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു അല്ലാഹുമ്മ ഇജ്അൽനി മിനൽ തവ്വാബീന വജ്അൽനി മിനൽ മുതതഹിരീൻ. ഇത്രയെങ്കിലും നമ്മൾ പഠിച്ചു വെക്കുക. ഇമാം മുസ്ലിം ഉദ്ധരിച്ച മുഖ്തസറായ റിപ്പോർട്ടിൽ ഇത്രേ ഉള്ളൂ. എന്നാൽ സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക് അങ്ങനെ തുടങ്ങി പല കൂടുതലായി വന്നിട്ടുള്ള പല ഹദീസുകളുണ്ട്, പ്രാർത്ഥനകളുണ്ട്. കൂടുതൽ പഠിക്കാൻ കഴിയുന്നവർക്ക്, മെമ്മറി കഴിവുള്ളവർക്ക്, പൂർണ്ണമായി പരിശ്രമിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതെന്ത് ചെയ്യാം, അത് ചെയ്യാവുന്നതാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്താണ്. ഇതാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ വിഷയത്തിൽ നമുക്ക് ഇന്ന് ഉദുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിക്കാനുള്ള ഒരു പ്രാഥമികമായ ഇൽമായി ഞാൻ പറഞ്ഞിട്ടുള്ളത്. പാത്രത്തിൽ കൈയിട്ട് ഉതിർക്കാൻ പറ്റുമോ, ബക്കറ്റിൽ കൈയിട്ട് കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ആമുഖത്ത് പറഞ്ഞു, കിണ്ടിയായാലും പാട്ടയായാലും ബക്കറ്റായാലും ഒക്കെ പറ്റും. കെട്ടി നിൽക്കുന്ന വെള്ളം ആകരുത്, നജസ്സുള്ള വെള്ളമാകരുത്, ഒഴുകുന്ന വെള്ളമാകാം. കടൽ വെള്ളം ശുദ്ധിയുള്ള വെള്ളമാണ്. ഏറ്റവും ശുദ്ധിയുള്ള വെള്ളം കടൽ വെള്ളം. മയ്യത്ത് കുളിപ്പിക്കാൻ ഏറ്റവും അഫ്ളൽ കടൽ വെള്ളമാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞ ഹദീസ് ഉണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെ ആദത്തില്ലാത്തത് കൊണ്ട് അത് ചെയ്യാറില്ല. അപ്പൊ അതുകൊണ്ട് ശുദ്ധിയുള്ള വെള്ളത്തിലാണ് ഒതു എടുക്കേണ്ടത് എന്നും, ഒതു എടുക്കുന്നതിന് മുമ്പ് പ്രത്യേകിച്ച് പ്രഭാതത്തിലായാലും മറ്റുള്ള സമയത്തിലായാലും ഒക്കെ ആദ്യം കൈകൾ രണ്ടും എന്ത് ചെയ്യണം, കഴുകി ശുദ്ധിയാക്കാം. കാരണം പല പെയിന്റ് ഉണ്ടാവും, പൊടി ഉണ്ടാവും, അതേപോലെ ചില ജോലി തിരക്കുള്ള ചില നഖത്തിനുള്ളിലൊക്കെ ഇതിലൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യണം, ഒന്ന് വൃത്തിയാക്കി കഴുകണം. ഇതേപോലെ വുളൂഇന്റെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, എന്ത് ലൗലാ അൻ അശുക അലാ ഉമ്മത്തി ലഅമർതുകും ബിസിവാകി മഅ വുളൂഇ. എന്റെ ഉമ്മത്തിന് പ്രയാസമാകുമായിരുന്നെങ്കിൽ ഞാൻ 5 നേരവും പല്ല് തേക്കൽ നിർബന്ധമാക്കുമായിരുന്നു. അപ്പൊ പല്ല് തേക്കൽ 5 നേരം നിർബന്ധമല്ല, 2 നേരം. ഒരു നേരം നിർബന്ധമാണ്, ഒരു നേരം മുഅക്കദായ സുന്നത്താണ്. അതേതാണ്? ഒന്ന് നമ്മൾ പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്ന സമയത്ത്, 2 ഭക്ഷണം കഴിഞ്ഞ് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ. ഇത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇത് 2 നമ്മൾ ഒഴിവാക്കുക, ശ്രദ്ധിക്കുക. അതിനർത്ഥം ബ്രഷും വേസ്റ്റും തന്നെ എടുക്കണം എന്ന അർത്ഥത്തിലല്ല പറയുന്നത്. നമുക്ക് അല്ലാഹു തന്ന വിരലുണ്ട്, ആ വിരല് കൊണ്ട് ഉള്ളിലുള്ള അതിന്റെ എച്ചിലും വേസ്റ്റുകളൊക്കെ കഴുകുന്ന രൂപത്തിൽ വൃത്തിയാക്കുക. അപ്പോ ഓരോ വുളൂ ചെയ്യുന്നതിന് മുമ്പും പല്ല് തേക്കൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. അതിന് ബ്രഷ്, അതേപോലെ നമ്മുടെ അറാഖിന്റെ മിസ്വാക്ക് ഇതൊക്കെ ഉപയോഗിക്കാറുണ്ട്. ചില തബ്ലീഗാരെ പോലുള്ള ആളുകളൊക്കെ ചില സുന്നത്ത് എടുക്കുന്ന മുഅ്മിനീങ്ങളൊക്കെ ചിലപ്പോ എന്ത് ചെയ്യും, പള്ളിക്ക് വരുമ്പോൾ കൊണ്ടുനടക്കും, ഒരു പോക്കറ്റ് വെക്കും, സൈഡിലെ പോക്കറ്റ് വെക്കും. ചില ആൾക്കാർ ആകുമ്പോ കളിയാ, എന്താ ചങ്ങായിന്റെ കഥ, അവൻ പള്ളിയിൽ എന്നാണ്ട് ഇങ്ങനെ ആക്കല എന്നൊക്കെ പറയും. വുളൂ ചെയ്ത് വന്നതിന് ശേഷം നിസ്കരിക്കാൻ നിൽക്കുമ്പോ പിന്നെ ചില ആൾക്കാർ എന്ത് ചെയ്യും, അത് ഇതാക്കാറുണ്ട്. അത് യഥാർത്ഥത്തിൽ എന്തല്ല, നല്ലൊരു രീതിയല്ല, പ്രോത്സാഹിപ്പിക്കപ്പെട്ട രീതിയല്ല. അത് ചില കിതാബുകളിൽ അങ്ങനെ വന്നു എന്നല്ലാതെ വുളൂഇന്റെ മുമ്പാണ് വായ വൃത്തിയാക്കേണ്ടത്. അപ്പോ 5 നേരം നമുക്ക് പ്രയാസമാകില്ല റസൂലുള്ളാഹി പല്ല് തേക്കൽ നിർബന്ധമാക്കുമായിരുന്നു എന്ന ഹദീസിന്റെ പ്രാധാന്യം മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യാ, നമ്മളെ വായ പല്ല് വൃത്തിയാക്കുക. കൈകളുടെ പൊടിയൊക്കെ കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ കാമിലായ വുളൂ ചെയ്യുന്നത്. അതിനുശേഷമാണ് നമ്മൾ ഈ പ്രാർത്ഥന നിർവഹിക്കേണ്ടത് എന്ന് പ്രത്യേകം തന്നെ എന്ത് ചെയ്യാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ അടുത്തൊരു ആ വിഷയത്തെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അന്യ സ്ത്രീകളെയോ ഭാര്യമാരെയോ
തൊട്ട് കഴിഞ്ഞാൽ ഒതുവോടുകൂടി തൊട്ട് കഴിഞ്ഞാൽ ഒതു മുറിയോ? ഇത് പല ആൾക്കാരെയും വലിയൊരു സംശയമാണ്. കാരണം പല ആളുകളും ഷാഫി മദ്ഹബ് പാരമ്പര്യ സമസ്തക്കാർ പിന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വരുമ്പോ ആ പ്രസ്ഥാനത്തേക്ക് വന്ന് മൂപ്പർക്ക് പുരുഷന് വലിയ പ്രശ്നം ഉണ്ടാവില്ല. മൂപ്പർ ഇതൊക്കെ മനസ്സിലാക്കിയ ആളെ കുത്തുബക്കും ക്ലാസ്സുകൾക്കൊക്കെ പോയിട്ട്. പക്ഷെ മൂപ്പരെ ഭാര്യ അതേപോലെ കേട്ട് സമസ്തക്കാരെന്ന് മാറി മുജാഹിദിച്ച് അയച്ചിട്ടുണ്ടാവില്ല. മനസ്സുകൊണ്ട് പൂർണ്ണമായിട്ട് അയച്ചിട്ടുണ്ടാവില്ല. മൂപ്പർക്ക് വേണ്ടി ചിലപ്പോൾ എന്ത് ചെയ്യും, ക്ലാസ്സിലൊക്കെ വന്ന് പക്ഷെ ഉള്ളോണ്ട് ഇപ്പോഴും ആ മദ്ഹബ് തന്നെ. അതുകൊണ്ട് ഒതുകൊടുത്ത് കാണുന്ന മൂപ്പത്തിയാർ ഇങ്ങനെ മാറി തൊടലി എന്റെ ഒന്നുകൊണ്ട് മുറിയിലാണെന്ന് തോന്നുന്നു. എന്റെ ഒന്ന് പോയി പ്രസാദാക്കി മനസ്സിലാക്കി പിന്നെ പോയി ഒതുകൊടുക്കും. ഇങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ സഹോദരിമാരിലുണ്ട്. ആ വിഷയത്തിൽ കൃത്യമായ ക്ലാരിഫിക്കേഷൻ നമ്മൾ മനസ്സിലാക്കുക. 3 മദ്ഹബുകളുടെയും അഭിപ്രായം ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം. ഷാഫി മദ്ഹബിൽ ഒതു മുറിയുന്നതാണ്. അന്യസ്ത്രീയെ തൊട്ടാലും ഭാര്യയെ തൊട്ടാലും മുറി. അന്യസ്ത്രീയുടെ അതേ ഹുക്കുമാണ് ഭാര്യക്കും അവിടെ കൊടുത്തിട്ടുള്ളത് ആ വിഷയത്തിൽ. എന്നാൽ മറ്റ് 3 മദ്ഹബ് ഹനഫി, മാലിക്കി, ഹംബലി അതിൽ മുറിയില്ല. ഹനഫി മദ്ഹബിലൊക്കെ ഗുഹ്യസ്ഥാനം നമ്മൾ തൊട്ടാ മുറിയില്ല എന്ന് വരെ പറയുന്നു. അപ്പം മദ്ഹബിന്റെ മസ്അലകൾ ചർച്ചകൾ അത് അങ്ങനെ പോകും. നമ്മള് ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പറഞ്ഞല്ലോ, കയ്യിന്റെ ഉള്ളനടിയിൽ ഒരു രോമം മുളച്ചാൽ അത് തടവനോ വേണ്ടേ ഒതുക്കുമ്പോ അത് മുളച്ചിട്ട് വേണ്ടേ? പള്ളിയിലെ ഉള്ളിലേക്ക് പള്ളിന്റെ മിറ്റത്തുനിന്ന് അല്ലെങ്കിൽ പറമ്പെന്ന് ഒരു മൂച്ചിമെന്ന് ഒരു കൊമ്പ് ഇങ്ങനെ ഉള്ളിക്ക് വന്ന് റമദാൻ മാസത്തിൽ അൽമ ഇത്തിക്കാത്തിരുന്ന സ്വീകാര്യാവല്ലേ? അത് അങ്ങനെ കൊമ്പ് വരുമോ? ഇല്ല. അപ്പൊ ഇങ്ങനത്തെ കുറെ മസാലകൾ ഉണ്ടാവും. കുറെ നല്ല മസാലകളുണ്ട്, കുറെ കെട്ടിക്കുടുങ്ങിയ മസാലയുണ്ട്. അപ്പൊ മദ്ഹബിന്റെ മസാലകളിലേക്ക് തീരെ പോകേണ്ടതല്ല. മദ്ഹബില്ലാതെ ഈ കർമ്മശാസ്ത്ര വിഷയം പൂർണ്ണമാകൂല. അള്ളാഹുവിന്റെ ഖദറാണ്. ഈ 4 മദ്ഹബിന്റെ ഇമാമങ്ങളും ദീനീ രംഗത്തെടുത്ത സേവനം നമ്മൾ ആരും നിസ്സാരാക്കാൻ പറ്റൂല. അവരെടുത്ത ഈ 120 കൊല്ലത്തെ സേവനം മാഷാ അല്ലാഹ് മഹത്തായ സേവനമാണ്. പക്ഷെ ആ ഇമാമിങ്ങൾ ആരും അവരെ അന്ധമായി തക്ലീദ് ചെയ്യാനോ അവരെ എഴുതി വെച്ച ഹുക്കുമുകളോ ഫത്വകളോ കാലകീലകളോ മുഴുവനായി കീഴ്പ്പെട്ടിറക്കണോ പറഞ്ഞിട്ടില്ല. പക്ഷെ മദ്ഹബിന്റെ ആളുകൾ കക്ഷിത്വം മൂത്ത് അതിൽ എന്ത് ചെയ്തു, പാർഷ്യാലിറ്റി ഉണ്ടാക്കി. അതാണ് നമ്മൾ ആ തുടക്കത്തിലെ ക്ലാസ്സിൽ പറഞ്ഞത്. ഇവര് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി വരുന്ന കാലത്ത് കഅബാലയത്തിന്റെ 4 മൂലക്കലും ഒരേ സമയത്ത് 4 ജമാഅത്ത് ഉണ്ടായിരുന്നു എന്നും പറഞ്ഞത്. അപ്പൊ 3 മദ്ഹബിലും ഒതു മുറിയില്ല. ഷാഫി മദ്ഹബിൽ ഒതു മുറി. നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ അല്ലാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും അതിനെ മടക്കണം എന്ന് പറഞ്ഞാൽ കിതാബില്ലാഹി വസുന്നത്തി റസൂൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിലേക്കും കിതാബിലേക്കും മടക്കുക. അവിടെ നമുക്ക് എന്താണ് ഈ വിഷയത്തിൽ കാണാനുള്ളത് നമുക്ക് നോക്കുക. ഇൻഷാ അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയത്തിൽ വളരെ വ്യക്തമായി കൊണ്ട് തന്നെ ചെയ്ത സുന്നത്ത് അവിടുത്തെ സന്തത സഹചാരി ജീവിതത്തിൽ പ്രേരണസഖിയായ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. ആയിഷ ബീബിക്കാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ ജീവിതം ഏറ്റവും കൂടുതൽ അറിയാം. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബ്ബല ബഅദ ശാകിരി സുമ്മ ഖറജ ഇലൽ മസ്ജിദി വലം യതവല്ല. ഇത് ഈ ഹദീസ് പ്രബലമായ ഹദീസാണ്, സ്വഹീഹായ ഹദീസാണ്. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വുദു എടുത്ത് എന്നിട്ട് തന്റെ ഭാര്യയെ ചുംബിച്ചു നമസ്കരിക്കാൻ പോയി, വുദു മടക്കിയില്ല. ഇതാണ് ഒരു ഹദീസ്. ഇത് സുബൈർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് സുബൈർ റളിയല്ലാഹു അൻഹു ഒരു മറക്ക് പിന്നിൽ നിന്നുകൊണ്ടാണ് മഹത്തുൽ മുഅ്മിനീങ്ങളായ ആയിഷ റളിയല്ലാഹു അൻഹ പണ്ഡിത സംസാരിക്കുന്നത്. അപ്പൊ ഇതിങ്ങനെ ചോദിച്ചപ്പോ കുൽത്തു, അപ്പോൾ ഞാൻ ചോദിച്ചു, സുബൈർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫഅൻതി മാ, അത് നിങ്ങളെ തന്നെ ഇക്കാരല്ലേ റസൂലുള്ളാഹി ചുംബിച്ചത്? ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ചിരിച്ചു. ആയിഷ ബീവി ചിരിച്ചു. അപ്പൊ ആയിഷ ബീവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? വുദു എടുത്തിട്ട് ചുംബിച്ചു. ഈ നബിനെക്കാളും വലിയൊരു ഒരു പണ്ഡിതനുണ്ടോ? നബിസ്വലാസ്ലമയെക്കാളും വലിയൊരു ഇമാമഞ്ഞ് വേറെ ഇല്ല. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമക്കാനെ പോണം ആയിരക്കണക്കിന് സ്വഹാബത്തിന്. അപ്പൊ ഇത് ഫസാദാക്കുന്ന പ്രവർത്തനാണെങ്കിൽ വുദു മുറിയിലാണെങ്കിൽ ആ നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ള നിസ്കാരമൊക്കെ ബാത്തിലാക്കി എന്ന് പറയേണ്ടി വരൂലേ? ഹബീബിന്റെ പേരിൽ വലിയൊരു നുണയാണ്. അപ്പൊ അതില്ല. ഇനി ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ്, ആയിഷ റളിയല്ലാഹു അൻഹ തന്നെയാണ് ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ രാത്രി നമസ്കരിക്കും. തഹജ്ജുദ് നമസ്കാരം ഉണ്ടല്ലോ, പ്രഭാത സമയത്തിന് മുമ്പുള്ള.
ആ സമയത്ത് വിശ്വാസയുടെ കൂടെ വിത്തറിനാണ് എഴുന്നേൽക്കുക. വിത്തറിന്റെ സമയത്ത് എഴുന്നേൽക്കുക. മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘമായി നിൽക്കുന്ന, അതിന്റെ നീളവും അതിന്റെ വണ്ണവും എന്നോട് ചോദിക്കണ്ട, അത്രമാത്രം ദൈർഘ്യമേറിയ നിസ്കാരാണ്.